റഷ്യൻ ഗ്രാൻഡ് മുഫ്തിയെ പരിചയപ്പെട്ടിട്ടുള്ളത് ഈജിപ്തിൽ നിന്നാണ്. കൈറോയിൽ നടന്ന സെമിനാറുകൾക്ക് പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടികളായ ചില സഹയാത്രികരെയൊക്കെ പരിചയപ്പെട്ടത്. തൽഅത്ത് സഫ താജുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിപ്പോൾ 25 കൊല്ലം മുമ്പായിരിക്കും ആദ്യം കണ്ടത്. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് ഞാൻ റഷ്യയിൽ പോയപ്പോഴും അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. ഉസ്താദ് ദക്തൂർ തൽഅത്ത് സഫ താജുദ്ദീൻ. അതിലൊക്കെ ദാറുൽ ഹുദ പ്രതിനിധി എന്നുള്ള സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെയും പങ്കെടുപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നു എന്നതിപ്പോൾ ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഉസ്താദ് CH ഹൈദ്രോസ് മുസ്ലിയാരായിരുന്നു ആദ്യം ദാറുൽ ഹുദയുടെ പ്രസിഡന്റ്. ഉസ്താദ് 1994 വഫാത്തായി. അതിനുശേഷം ദാറുൽ ഹുദ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നത് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. അപ്പോൾ ഈജിപ്തിലെ ഒരു സെമിനാറിന് ദാറുൽ ഹുദ പ്രസിഡന്റ് എന്ന നിലക്ക് തങ്ങളെ പേരിൽ അപ്ലിക്കേഷൻ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പോയത് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുക. പിന്നീട് സന്ദർശിച്ച ഒരു ശ്രദ്ധേയമായ രാജ്യമാണ് ലിബിയ. അതൊക്കെ ഖദ്ദാഫിയുടെ കാലത്തായിരുന്നു. അൽഹംദുലില്ലാഹ് ഈജിപ്തിൽ ധാരാളം തവണ പോകാൻ വിസിറ്റ് ചെയ്യാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ആദ്യം ഒറ്റയ്ക്ക് പോയി എന്ന് പറഞ്ഞു. പിന്നെ ദാറുൽ ഹുദയുടെ പുരോഗമനപരമായ കാര്യങ്ങളുമായി ബന്ധപ്പെടാൻ, സംസാരിക്കാൻ, കുട്ടികളെ താല്പര്യമുള്ളവരങ്ങോട്ട് ഉപരിപഠനത്തിന് അയക്കാൻ തുടങ്ങിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ് ആദ്യകാല വിസിറ്റുകൾ ഉണ്ടായത്. പിന്നീട് പല ഇൻ്റർനാഷണൽ സെമിനാറുകൾക്കും ഈജിപ്തിൽ പോകാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. ഹുസ്നി മുബാറക്കിൻ്റെ കാലത്ത് ഈ വിദ്യാഭ്യാസ വകുപ്പ്, ഇസ്ലാമിക് അഫയേഴ്സ്, ഔക്കാഫ് ഇവരൊക്കെ പല അന്താരാഷ്ട്ര സെമിനാറുകളും സംഘടിപ്പിക്കുന്ന രീതി ഉണ്ടായിരുന്നു. അതിൽ ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പണ്ഡിതന്മാർ, ഉയർന്ന വ്യക്തികളൊക്കെ സംബന്ധിക്കും. ഉദാഹരണമായി റഷ്യൻ ഗ്രാൻഡ് മുഫ്തിയെ പരിചയപ്പെട്ടിട്ടുള്ളത് ഈജിപ്തിൽ നിന്നാണ്. കൈറോയിൽ നടന്ന സെമിനാറുകൾക്ക് പോയപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടികളായ ചില സഹയാത്രികരെയൊക്കെ പരിചയപ്പെട്ടത്. തൽഅത്ത് സഫ താജുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അതിപ്പോൾ 25 കൊല്ലം മുമ്പായിരിക്കും ആദ്യം കണ്ടത്. ഇപ്പോൾ 2 കൊല്ലം മുമ്പ് ഞാൻ റഷ്യയിൽ പോയപ്പോഴും അദ്ദേഹത്തെ കണ്ടിരുന്നു, സംസാരിച്ചിരുന്നു, ബന്ധപ്പെട്ടിരുന്നു. ഉസ്താദ് ദക്തൂർ തൽഅത്ത് സഫ താജുദ്ദീൻ. റഷ്യയിൽ ഒരു ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ട്, അതിൻ്റെ ഹെഡും അദ്ദേഹമാണ്. അന്ന് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ചില ഡെപ്യൂട്ടികളും അവിടുത്തെ ഉന്നത പദവിയുള്ള ആൾക്കാർ. ആ യൂണിവേഴ്സിറ്റിയിലും, റഷ്യൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി, അൽ ജാമിയ അൽ ഇസ്ലാമി റൂസിയ എന്നതിൻ്റെ പേര്, അവിടെ സംഘടിപ്പിക്കപ്പെട്ട പരിപാടികളിലും സെമിനാറുകളിലൊക്കെ പങ്കെടുക്കാനും അവസരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഈജിപ്തിൽ വിവിധ ടൈറ്റിലുകളിൽ, ടോപ്പിക്കുകളിൽ, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒക്കെ ഇങ്ങനെ സംഘടിപ്പിക്കുന്ന പല പരിപാടികളിലുമാണ് നമുക്ക് പങ്കെടുക്കാൻ അവസരം ഉണ്ടായത്. അതിലൊക്കെ ദാറുൽ ഹുദ പ്രതിനിധി എന്നുള്ള സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങളെയും പങ്കെടുപ്പിക്കാൻ അവസരം ലഭിച്ചിരുന്നു എന്നത് ഞാനിപ്പോൾ ഓർക്കുകയാണ്. ഉസ്താദ് CH ഹൈദ്രോസ് മുസ്ലിയാരായിരുന്നു ആദ്യം ദാറുൽ ഹുദയുടെ പ്രസിഡന്റ്. ഉസ്താദ് 1994 വഫാത്തായി. അതിനുശേഷം ദാറുൽ ഹുദ പ്രസിഡന്റ് സ്ഥാനത്ത് വന്നത് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. അപ്പോൾ ഈജിപ്തിലെ ഒരു സെമിനാറിന് ദാറുൽ ഹുദ പ്രസിഡന്റ് എന്ന നിലക്ക് തങ്ങളെ പേരിൽ അപ്ലിക്കേഷൻ കൊടുത്ത് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച് പോയത് ഈ സന്ദർഭത്തിൽ അനുസ്മരിക്കുക. തങ്ങളും വളരെ താല്പര്യപൂർവ്വമാണ് ആ പരിപാടിയിൽ പങ്കെടുത്തത്. ഈജിപ്തിൽ തങ്ങൾ അതിന് മുമ്പും പോയിട്ടില്ല, അതിൻ്റെ ശേഷം പോയിട്ടില്ല. ഈജിപ്ത് കാണാൻ വലിയ താല്പര്യമുണ്ടായിരുന്നു തങ്ങൾക്ക്. കാരണം അവിടെ ഒരുപാട് അതിപുരാതനമായ സന്ദർശന സ്ഥലങ്ങളുണ്ട്, ദീനീയായ കാഴ്ച സ്ഥലങ്ങളുണ്ട്, എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക് ഹെറിറ്റേജ്, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക് മ്യൂസിയങ്ങൾ വരെ ഉണ്ട്. പിന്നെ ജനറൽ മ്യൂസിയം ഉണ്ട്, ഫറോവമാരുടെ മമ്മികളൊക്കെ സൂക്ഷിച്ച നാഷണൽ മ്യൂസിയം, ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയം, അൽ മത്ഹഫുൽ വതനിൽ മിസ്രി എന്നതിൻ്റെ പേര്. അപ്പോൾ അങ്ങനെ അൽഹംദുലില്ലാഹ് ഞങ്ങൾ അങ്ങനെ പല സ്ഥലങ്ങളിലും സന്ദർശിച്ചു, സെമിനാറിൽ പങ്കെടുത്തു. തങ്ങൾക്കൊരു പേപ്പർ സബ്മിഷൻ ഉണ്ടായിരുന്നു, ഞാനും പേപ്പർ സബ്മിറ്റ് ചെയ്തു. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സന്ദർശനം പ്രത്യേകം അനുസ്മരിക്കുക. അതിൻ്റെ കൂടെ പിന്നെ അസ്ഹറിൻ്റെ കോളേജുകളിൽ, അതുപോലെ വലിയ വലിയ മസാറുകൾ, പ്രത്യേകിച്ച് ഇമാം ഷാഫിയുടെ മസാർ. ഇമാം ഷാഫി, ആ ലൊക്കേഷൻ്റെ പേര് തന്നെ ഇമാം ഷാഫി എന്നാണ്. ബസ്സിൻ്റെ മുകളിലൊക്കെ ബോർഡുണ്ടാവും ഇമാം ഷാഫി. നമ്മൾ ഡൽഹിയിലെ നിസാമുദ്ദീൻ എന്ന് പറയുന്ന പോലെ അതൊരു മഹാൻ്റെ പേരാണല്ലോ. നിസാമുദ്ദീൻ ഔലിയ എന്ന പേരിൽ അറിയപ്പെടുന്ന മഹാൻ്റെ സ്ഥലമാണ് നിസാമുദ്ദീൻ എന്ന് പറയുന്ന സ്ഥലം. അങ്ങനെ അത്യുന്നത വ്യക്തികളെ അനുസ്മരിക്കാൻ അവരുടെ പേര് സ്ഥലങ്ങൾക്ക് നൽകുന്ന ഒരു രീതി പണ്ട് മുതലേ ലോകത്തിൻ്റെ പല ഭാഗത്തുണ്ടായിരുന്നു. കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഒരാളെ പേരാണല്ലോ, വെല്ലിംഗ്ടൺ ഐലൻഡ്. അപ്പോൾ അങ്ങനെ ഷാഫി ഇമാമിൻ്റെ അവിടെ ഇമാം സക്കരിയ അൽ അൻസാരിയും അതിൻ്റെ തൊട്ടടുത്താണ്. ഒരേ ക്യാമ്പസിൽ ഇമാം സക്കരിയ അൽ അൻസാരിയുടെ ഖബർ അവിടെയുള്ള പള്ളിയുടെ, ഇമാം ഷാഫിയിലുള്ള പള്ളിയുടെ ഒരു ഭാഗത്തായിട്ടാണ്. ഇമാം അവർകളുടേത് അതിൻ്റെ പള്ളീൻ്റെ പുറത്ത് വേറെ സെപ്പറേറ്റ് ബിൽഡിംഗ് ആയിട്ടാണ്. അപ്പോൾ ഇമാം ഷാഫിയുടെ അവിടെ, പിന്നെ ഇമാം ഷെഹറാനി, ഒരുപാട് കണക്കാക്കാൻ പറ്റാത്തത്ര വലിയ വലിയ മഹാന്മാരുടെ മസാറുകളുള്ള സ്ഥലമാണ് കൈറോ. കാരണം ഇമാം അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് അവിടെ ഇസ്ലാം എത്തിയല്ലോ.
ഹിജറയുടെ 15-ാം വർഷം. അന്ന് മുതൽ വലിയൊരു കേന്ദ്രമായി മാറി ഇമാം അബ്ദുല്ലാഹിബ്ൻ ഉമറും ബാപ്പിയും കൂടിയാണ് പോയത്. ആ കാലം മുതൽ സഹാബികൾ, താബിഈങ്ങൾ, താബിഈങ്ങൾ, പിന്നെ സലഫ്, ഖലഫ്, ഇതിലൊക്കെപ്പെട്ട വലിയ വലിയ മഹാന്മാർ ഒരുപാട് ആയിരക്കണക്കിനെന്ന് പറയണം. ഓൾഡ് കൈറോവിൽ അങ്ങനെയുള്ള മക്ബറകളാണ് കാര്യമായിട്ട് പിന്നെ അവിടുത്തെ ഭൂപ്രദേശങ്ങളിൽ സ്ഥലം പിടിച്ചിട്ടുള്ളത്. ഖബറിസ്ഥാനാകുമ്പോൾ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഓൾഡ് കൈറോ എന്ന പേരിൽ അറിയപ്പെടും. പിന്നെ പുതിയ കൈറോയിലാണ് ഇപ്പോൾ 10 സിറ്റികളും മറ്റൊക്കെ ഉള്ളത്. ഇമാം അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിലൊരു പള്ളിയുണ്ട് അവിടെ. അതൊക്കെ ഓൾഡ് കൈറോവിലാണ്. അവിടെ ക്രിസ്ത്യാനികളുടെ വലിയൊരു ദേവാലയമുണ്ട്, അതും ഓൾഡ് കൈറോവിലാണ്. ആ കാലത്ത് പഴയ നൂറ്റാണ്ടുകളിലൊക്കെ അവർ വലിയ സൗഹൃദത്തിലായിരുന്നു, മുസ്ലിമീങ്ങളും ക്രിസ്ത്യാനികളും ഒക്കെ. അപ്പോൾ അങ്ങനെ ഈ സെമിനാറുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് പലവട്ടവും പോയിട്ടുള്ളത്. കൈറോവുമായും ജാമിഉൽ അസ്ഹറുമായും ജാമിഅത്തുൽ അസ്ഹറുമായും അവിടെ തന്നെ ജാമിഅ ഐൻ ഷംസ് ഉണ്ട്, ജാമിഅത്തുൽ ഖാഹിറ ഉണ്ട്, അൽ ജാമിഅ അൽ അമരീക്കിയ ഫിൽ ഖാഹിറ, അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഇൻ കൈറോ, അങ്ങനെ വേറെ യൂണിവേഴ്സിറ്റി ഉണ്ട്. കുറേ കാലമായിട്ട് ഈ 4 യൂണിവേഴ്സിറ്റികളും കൈറോയിലുണ്ട്. പിന്നെ ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പിന്നെ ഇതുപോലെ ഈജിപ്ഷ്യൻ നാഷണൽ മ്യൂസിയം പോലെയുള്ള ആയിരക്കണക്കിന് വർഷങ്ങളുടെ സംഭവങ്ങൾ മൗനമായി വിളിച്ചോതുന്ന ചരിത്ര സ്മാരകങ്ങളുള്ള ഒരുപാട് സ്ഥലങ്ങൾ, സന്ദർശിക്കേണ്ട സ്ഥലങ്ങൾ അവിടെ ഉണ്ട്. 10-12 മ്യൂസിയങ്ങൾ കൈറോയിൽ തന്നെ ഉണ്ട്. വിവിധ കാലങ്ങളിൽ വിവിധ സ്പെഷ്യലൈസേഷനിലായിട്ടുള്ള മ്യൂസിയങ്ങൾ. അൽഹംദുലില്ലാഹ് ഇപ്പോൾ നമ്മുടെ ആ പഴയ ബന്ധങ്ങളൊക്കെ വളർന്നു വന്ന് ഇപ്പോൾ പല ഹുദവികളും അവിടെ ഹയർ സ്റ്റഡീസ് ചെയ്യുന്നുണ്ട്. അസ്ഹർ യൂണിവേഴ്സിറ്റിയിൽ, കൈറോ യൂണിവേഴ്സിറ്റിയിലുണ്ട് ചില ആൾക്കാരൊക്കെ. അപ്പം അങ്ങനെ അൽഹംദുലില്ലാഹ് ആ ബന്ധങ്ങളൊക്കെ അങ്ങനെ വളർന്നു വന്ന് അതിൻ്റെ ഗുണഫലങ്ങളൊക്കെ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. പിന്നീട് സന്ദർശിച്ച ഒരു ശ്രദ്ധേയമായ രാജ്യമാണ് ലിബിയ. ഇത് 1-ലധികം തവണ സന്ദർശിച്ചിട്ടുണ്ട്. അതൊക്കെ ഖദ്ദാഫിയുടെ കാലത്തായിരുന്നു. ഖദ്ദാഫി നീണ്ട കാലം അവിടുത്തെ ഭരണാധികാരിയായിരുന്നു എന്നതുകൊണ്ട് തന്നെ വളരെ ചെറുപ്പത്തിൽ, തൻ്റെ 20കളുടെ അവസാനത്തിൽ മൂപ്പര് ലിബിയയുടെ സാരഥ്യം ഏറ്റെടുത്തിട്ടുണ്ട്. തൻ്റെ മരണം വരെയും അദ്ദേഹമായിരുന്നു സാരഥി. മരിച്ചത് 2011-ലാണ്. അറബ് വസന്തകാലത്ത് അക്രമകാരികളുടെ കൈയാൽ കൊല ചെയ്യപ്പെട്ട ആളാണ് ഖദ്ദാഫി. അദ്ദേഹത്തിൻ്റെ കാലത്ത്, അദ്ദേഹത്തിൻ്റെ ഭരണ സമയത്ത് ഒരു ജംഇയ്യത്തുദ് ദഅവത്തുൽ ഇസ്ലാമിയ്യ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഭാഗമായി കുല്ലിയ്യത്തുദ് ദഅവത്തുൽ ഇസ്ലാമിയ്യ ഉണ്ടായിരുന്നു. ഇപ്പോഴും അത് ചില ഭേദഗതികളോടുകൂടി ഇപ്പോഴും നിലകൊള്ളുന്നുണ്ട്. കുല്ലിയ്യത്തുദ് ദഅവത്തുൽ ഇസ്ലാമിയ്യയിൽ പഠിച്ച് പിന്നീട് ജംഇയ്യത്തുദ് ദഅവൽ ഇസ്ലാമിയുടെ ഉദ്യോഗസ്ഥനായി കാഞ്ഞങ്ങാടുള്ള ഒരു കുഞ്ഞബ്ദുള്ള മൗലവി ഉണ്ടായിരുന്നു. ദാറുൽ ഹുദ തുടങ്ങിയ കാലത്ത് അദ്ദേഹം പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ട്, 1980കളുടെ അവസാന വർഷങ്ങളിലൊക്കെ. അദ്ദേഹം മുഖേനയാണ് ലിബിയയുമായുള്ള നമ്മുടെ കണക്ഷൻ തുടങ്ങുന്നത്. ജംഇയ്യത്തുദ് ദഅവൽ ഇസ്ലാമിയ എന്നാൽ ഒരു സംഘടനയാണ്. അത് നടത്തുന്ന സ്ഥാപനമാണ് കുല്ലിയ്യത്തുദ് ദഅവത്തുൽ ഇസ്ലാമിയ. ഈ കുഞ്ഞബ്ദുള്ള മൗലവി കാഞ്ഞങ്ങാട്ടുള്ള അദ്ദേഹത്തിൻ്റെ വാപ്പ അവിടെ ഖാദിയായിരുന്നു. അപ്പോൾ മരിച്ചുപോയി. കുഞ്ഞബ്ദുള്ള മൗലവിയും പിന്നീട് മരിച്ചുപോയി, അധികം പ്രായമാകാതെ മരിച്ചുപോയ ഒരാളാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള ബന്ധം മുഖേന അദ്ദേഹം പലപ്പോഴും ദാറുൽ ഹുദയിൽ ആദ്യകാലങ്ങളിലൊക്കെ വരാറുണ്ടായിരുന്നു. അന്ന് അദ്ദേഹം അവരുടെ ചിലവിലുള്ളൊരു ദാഇയായിരുന്നു, ദഅവാ പ്രവർത്തനങ്ങൾ നടത്തുന്ന ആളായിരുന്നു. ആ കണക്ഷനിലാണ് ഞാൻ ആദ്യമായി ലിബിയയിലേക്ക് പോകുന്നത്. അവസാനമായി പോയത് ഖദ്ദാഫിയുടെ പ്രത്യേക ക്ഷണപ്രകാരമുള്ള ഒരു പരിപാടിയിലായിരുന്നു. അന്ന് കേരളത്തിലുള്ള വേറെ ചില പണ്ഡിതന്മാരൊക്കെ ഉണ്ടായിരുന്നു. അത് റബീഉൽ അവ്വലിലായിരുന്നു, നബിദിന പരിപാടികളോടനുബന്ധിച്ചുള്ളൊരു പരിപാടിയായിരുന്നു. ലിബിയയിൽ ആ പരിപാടിക്ക് എത്തി എന്ന് മാത്രമല്ല, ലിബിയയിൽ നിന്ന് മൗറിത്താനിയയിൽ ഒരു പരിപാടി ഖദ്ദാഫി സംഘടിപ്പിച്ചിരുന്നു. അന്നേനെ ഖദ്ദാഫിയുടെ മേൽനോട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സഹായത്തോടു കൂടി നുവാക് ചോട്ട് എന്ന് പറഞ്ഞാൽ ലിബിയയുടെ നേരെ പടിഞ്ഞാറുള്ള രാജ്യം, ആഫ്രിക്കൻ വൻകരയുടെ വടക്ക് പടിഞ്ഞാറേ അറ്റത്താണ്. അപ്പോൾ ഈ ലിബിയയിൽ നടന്ന മീലാദ് പരിപാടിക്ക് ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള ഗസ്റ്റുകൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആ ക്ഷണിക്കപ്പെട്ട ഗസ്റ്റുകളൊക്കെ ലിബിയയിലെത്തി 2 ദിവസം 3 ദിവസമൊക്കെ കഴിഞ്ഞതിന് ശേഷം നുവാക് ചോട്ട് പരിപാടിയിലേക്ക് പ്രത്യേക ഫ്ലൈറ്റിൽ, ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ ഇവിടുന്ന് കൊണ്ടുപോകണം ഖദ്ദാഫിയെ. പിൽക്കാലത്ത് അദ്ദേഹത്തിൻ്റെ നാട്ടുകാരൊക്കെ കാണുമ്പോൾ അഭിപ്രായങ്ങൾ ചോദിച്ചാൽ പല ആൾക്കാരും മോശമായ അഭിപ്രായം പറയല്. അല്ലാഹു അഅലം, നമുക്കതിന് നിജസ്ഥിതി അറിയില്ല. രാഷ്ട്രീയ വൈരമാണോ അതോ വേറെ എന്തെങ്കിലും ന്യൂനതകളോ കുഴപ്പങ്ങളോ ഉണ്ടോ അതൊന്നും നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏതായാലും നുവാക് ചോട്ടിൽ ഞങ്ങൾ എത്തിയപ്പോഴേ അന്ന് മഗ്രിബിൻ്റെ ജമാഅത്തിന് ഖദ്ദാഫിയാണ് ഇമാമത്ത് തന്നത്. ചെന്ന ദിവസം അന്ന് മഗ്രിബിൻ്റെ 1-2 റക്അത്തുകളിൽ ഫാത്തിഹൻ്റെ ശേഷം അദ്ദേഹം ഓതിയ സൂറത്ത് ആലു ഇമ്രാൻ്റെ ആദ്യ ഭാഗങ്ങളായിരുന്നു. ഖുർആൻ മനപ്പാടുണ്ടായിരുന്നു എന്നതിന് തെളിവായിട്ടാണ് അത് ഞാനിവിടെ ഉന്നയിക്കുന്നത്. അങ്ങനെ ദീനീയായ പല കാര്യങ്ങൾക്കും അദ്ദേഹം സഹായ സഹകരണങ്ങൾ ചെയ്യുകയും നേതൃത്വം വഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഭാഗമുള്ളപ്പോൾ ഈ ലിബിയയിൽ നിന്ന് 5-5.5 മണിക്കൂർ വിമാനം ഓടണം. ഞങ്ങളുടെ ചാർട്ടേഡ് ഫ്ലൈറ്റ് 5-5.5 മണിക്കൂർ ഓടിയിട്ടാണ്
ഈ സ്ഥലത്തെത്തുന്നു. ഷൻഖീത്ത് എന്ന് പറയും. പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ മലബാർ എന്ന് പറഞ്ഞിരുന്ന പോലെ ഷൻഖീത്ത് എന്നും പറയും ഈ നുവാക്ചോട്ടിന്. അവിടെ ഒരുപാട് ആലിമീങ്ങൾ മുമ്പ് കാലത്ത് ജീവിച്ചിരുന്ന ഒരു സ്ഥലം. മൗറിത്താനിയയുടെ തലസ്ഥാനമാണ് നുവാക്ചോട്ട്. മൗറിത്താനിയാണെന്ന് രാഷ്ട്രത്തിൻ്റെ പേര്. ക്യാപിറ്റലാണ്, തലസ്ഥാനമാണ് നുവാക്ചോട്ട്. നുവാക്ഷൂത്ത് എന്നാണ് അറബിയിൽ പറയാം. അപ്പോൾ അങ്ങനെ അവിടെ ഒരു മീലാദ് പരിപാടി ഖദ്ദാഫി സ്പോൺസർ ചെയ്ത് അദ്ദേഹത്തിൻ്റെ ചിലവിൽ അന്ന് സംഘടിപ്പിച്ചിരുന്നു. അതിലും ഈ ലിബിയൻ യാത്രയുടെ ഭാഗമായി അതിലും പങ്കെടുക്കാൻ അവിടെ പോകാൻ പല പണ്ഡിതന്മാരുമായി അവർക്കായിട്ട് പ്രത്യേകം താമസ സംവിധാനങ്ങളും ഒക്കെ ഒരു സ്ഥലത്ത് ഏർപ്പാട് ചെയ്തായിരുന്നു. ഈ മൗറിത്താനിയ പൊതുവിലൊരു ദരിദ്ര രാജ്യമാണ്. പക്ഷേ ഈ പരിപാടി ഖദ്ദാഫി സംഘടിപ്പിച്ചതായതുകൊണ്ട് ആവശ്യമായ ആധുനിക സംവിധാനങ്ങളും താമസ സൗകര്യങ്ങളൊക്കെ അവിടെ സ്പെഷ്യലായിട്ട് ചെയ്യപ്പെട്ടതായിരുന്നു. അവിടെയാണ് ഞങ്ങൾ കഴിഞ്ഞു കൂടിയത്. അതേ അങ്ങോട്ട് പോയതുപോലെ തന്നെ അങ്ങനെ ഒരു ചാർട്ടർ ഫ്ലൈറ്റിൽ ലിബിയയിലേക്ക് തിരിച്ചു പോന്നു. അപ്പോഴേക്ക് അറബ് വസന്തം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നാട്ടിൽ വന്ന് ഇറങ്ങി 1-2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോഴേക്ക് ഖദ്ദാഫി ചിത്രവധം നടത്തപ്പെട്ടു എന്നതായിരുന്നു ചരിത്രം. അദ്ദേഹത്തെ വഴിയിലിട്ട് അക്രമകാരികൾ പിടിച്ചിട്ട് വെടിവെച്ച് വന്നതാണ്. അപ്പം അങ്ങനെ ലിബിയയുടെ അയൽ രാജ്യമായ അഥവാ ആഫ്രിക്കൻ മേഖലയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള മൗറിത്താനിയയിലും സന്ദർശിക്കാൻ അവസരമുണ്ടായി. പിൽക്കാലത്ത് നിരവധി മൗറിത്താനികളുമായി ബന്ധപ്പെടാൻ അവസരം ലഭിച്ചു. അവരുടെ കൂടുതൽ കുറേ ആലിമീങ്ങളുണ്ട്. പ്രത്യേകിച്ച് UAE-ലും മറ്റു GCC രാജ്യങ്ങളിലൊക്കെ ഇമാമത്തും ഔഖാഫിലെ മറ്റു ജോലികളൊക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളെ നമ്മളെ ദാറുൽ തന്നെ വിസിറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ 1.5-2 കൊല്ലം മുമ്പ്. ഖാലി കില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഖാദിയാണ് നമ്മുടെ നാട്ടിൽ പറയുന്ന ഖാദിയല്ല, ലാ ഇട്ടാണ് എഴുതുക. ഖാഫ് അലിഫ് ലാ യാ, ഖാദി കില്ല. അപ്പോൾ അവർ ഖിറാഅത്തിൽ, തജ്വീദിൽ, തഹ്സീനുൽ ഖിറാഅയിൽ പ്രത്യേക താല്പര്യമുള്ള ആൾക്കാർ. പല ഖുർആൻ പാരായണ മത്സരങ്ങളിലും അന്താരാഷ്ട്ര ഖുർആൻ പാരായണ മത്സരങ്ങളിലൊക്കെ അവർ പങ്കെടുക്കാറുണ്ട്. മൗറിത്താനികൾ പങ്കെടുക്കാറുണ്ട്. അവരൊരു ഇഷ്ട വിഷയമാണ്. പിന്നെ അവരുടെ കൂട്ടത്തിൽ കുറേ ഗ്രന്ഥകാരന്മാരായ ആലിമീങ്ങളുണ്ട്. ഭാഷ അറബിയാണ്. മറ്റൊരു സവിശേഷത 100% മുസ്ലിമീങ്ങളാണ് ആ രാജ്യത്ത് നിന്ന്. ഏതെങ്കിലും എംബസികളുടെയൊക്കെ പ്രതിനിധികളായി ചെന്ന മുസ്ലിങ്ങളാണ് ഉണ്ടാവുക. ഉണ്ടെങ്കിൽ അവരാ നാട്ടുകാരല്ലല്ലോ, അവർക്ക് താൽക്കാലികം താമസിക്കാനുള്ള വിസ കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ. നാട്ടുകാരൊക്കെ അബ്നാ ഉൽ ബലദ് ഒക്കെ മുസ്ലിമീങ്ങളാണ്. ഒക്കെ പഴയ മസ്ലക്ക് മദ്ഹബ്, സർവോപരി സൂഫി ചിന്താഗതിയും തസവുഫിൻ്റെ അനുവർത്തനവും ഒക്കെ ഉള്ള ആളുകളാണ് മൗറിത്താനികൾ. കുറേ ഭാഗം മരുഭൂമിയാണ് നാടിൻ്റെ. എന്നാലും അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് താമസിക്കുന്ന ഈ വയാസിസ്, വാഹാത്ത് മരുപ്പച്ചകളുണ്ട്. അവിടങ്ങളിലേക്കാണ് അവരെ പ്രധാന ജീവിത സ്ഥലങ്ങളും കേന്ദ്രങ്ങളും. വിദ്യാഭ്യാസപരമായി താരതമ്യേന പിന്നിലാന്ന് പറയാം. എന്നാലും പുരോഗതി പ്രാപിച്ചു വരുന്ന സാഹചര്യമാണ് മൗറിത്താനിയയിലുള്ളത്. മൗറിത്താനിയയുടെ വടക്കേ അറ്റത്ത് ഒരു തർക്കപ്രദേശമുണ്ട്. മൊറോക്കോവിൻ്റെയും അൾജീരിയയുടെയും കയ്യുള്ള ഒരു പ്രദേശമാണത്. മൊറോക്കോ പറയുന്നത് തങ്ങളുടെ നാടാണ്, അൾജീരിയ പറയുന്നത് ഞങ്ങളുടെ നാടാണ്. വെസ്റ്റേൺ സഹാറ എന്നാണ് ആധുനിക യുഗം അതിന് പേര് കൊടുത്തിട്ടുള്ളത്, വെസ്റ്റേൺ സഹാറ. അപ്പോൾ മൊറോക്കോ പറഞ്ഞ ഞങ്ങളുടെ രാജ്യമാണെന്ന്. മൊറോക്കോയാണ് അവിടെ ഭരണകാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തർക്കം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവിടെയും നമുക്ക് അൽഹംദുലില്ലാ ഒരിക്കൽ വിസിറ്റ് ചെയ്യാൻ സന്ദർഭം ഉണ്ടായിരുന്നു. അത് മൊറോക്കോയിൽ പോയപ്പോഴാണ് ഉണ്ടായത്. മൊറോക്കോയിൽ നിന്ന് ഞങ്ങൾ അവിടെ റമദാൻ പരിപാടിക്ക് ചെന്ന 5 ആളുകളെ പ്രത്യേകം സെലക്ട് ചെയ്തിട്ട് വെസ്റ്റേൺ സഹാറ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് അയച്ചിരുന്നു. അൽ ഉയൂൻ എന്നാണ് അറബിയിൽ അതിൻ്റെ ക്യാപിറ്റലിൻ്റെ പേര്. ജില്ലാ ആസ്ഥാനം പോലെ മനസ്സിലാക്കിയാൽ മതി, ജില്ലക്കൊരു തലസ്ഥാനം ഉണ്ടാവുക എന്നതുപോലെ. അത് ഇംഗ്ലീഷിൽ പറയുന്നത് ലയോൺ എന്നാണ്. അൽ ഉയൂൻ എന്ന അറബി ലോപിച്ചിട്ട് ലയോൺ എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്. അവിടെയും പള്ളി, മദ്രസ, ഇസ്ലാമിക് ആക്ടിവിറ്റീസ്, നിവാസികളൊക്കെ മൊറോക്കോക്കാരും മറ്റു നാടുകളിൽ നിന്ന് വന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ ആധുനിക യുഗത്തിൽ അതിനൊരു നാടായി അങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അത് മൊറോക്കോ അംഗീകരിച്ചു കൊടുത്തിട്ടില്ല. തർക്കം നിലനിൽക്കുന്നുണ്ട്. തർക്കം താമസിയാതെ അടുത്ത് തീരും എന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസത്തിലാണ് അവർ നിലകൊള്ളുന്നത്. അതാണ് വെസ്റ്റേൺ സഹാറ. വെസ്റ്റേൺ സഹാറ എന്ന പേര്, ലോകം നൽകിയ പേര് മൊറോക്കോ അംഗീകരിച്ചിട്ടില്ല. ഞങ്ങളുടെ കീഴിലുള്ള ഒരു പ്രവിശ്യയാണ് എന്നാണ് അവർ പറയുന്നത്. മൊറോക്കോയിൽ നമ്മൾ ആദ്യം പോയത് ഒരു സൂഫി കോൺഫറൻസിന്. മൊറോക്കോവിൻ്റെ തലസ്ഥാനമായ റബാത്തിൻ്റെ തെക്ക് ഭാഗത്തേക്കായി, അഥവാ മൊറോക്കോയിലെ ഒരു പ്രധാന സിറ്റിയായ മറാക്കിഷ്, അതിൻ്റെ കിഴക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു മേഖലയാണ് ബനി മുല്ലാൽ. ബനി മുല്ലാലിലെ ഒരു സൂഫി തരീഖത്തിൻ്റെ പഠനശാലയും ആക്ടിവിറ്റീസും ഒക്കെ ഉള്ള ഒരു സ്ഥലത്ത് ആയിരുന്നു ഈ സൂഫി കോൺഫറൻസ്. അതിനന്ന് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒന്നിച്ചാണ് പോയതും അവിടുത്തെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുത്ത് മൊറോക്കോയിലെ മറ്റു പല ഭാഗങ്ങളിലും ഞങ്ങൾ സന്ദർശിക്കുകയൊക്കെ ചെയ്തു.
അപ്പോൾ മൊറോക്കോയിലേക്കുള്ള ആദ്യ യാത്ര അങ്ങനെയായിരുന്നു എന്നാണ് പറഞ്ഞത്. ലോകത്തിൻ്റെ നാനാഭാഗത്തുമുള്ള വലിയ പണ്ഡിതന്മാരെ ക്ഷണിച്ച് ഒരു റമദാൻ സദസ്സ് സംഘടിപ്പിക്കുന്ന രീതിക്ക് ആരംഭം കുറിച്ചു. അപ്പോൾ ഹസൻ രാജാവിൻ്റെ കാര്യത്തിൽ നമുക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, അതിൻ്റെ സ്ഥിതിഗതികൾ വിവരിക്കാൻ കഴിയില്ല. അടിസ്ഥാനപരമായി അദ്ദേഹം അത് 63 തുടങ്ങി. ഓരോ റമദാനിലും ലോകത്തിൻ്റെ നാനാഭാഗത്തുള്ള പണ്ഡിതന്മാരെ ഗസ്റ്റുകളായി ക്ഷണിച്ചു കൊണ്ടുപോയി. അദ്ദുറൂസുൽ ഹസനിയ എന്നാണ് എൻ്റെ പേര്. ഹസൻ രാജാവിലേക്ക് ചേർത്ത് കൊണ്ടുള്ള ഒരു പേരാണ് അദ്ദുറൂസുൽ ഹസനിയ.